ഞാനിപ്പോ അതല്ല അമ്മേ ചിന്തിക്കുന്നേ. പിന്നെ എന്താ മോളെ നിന്റെ മനസ്സിലുള്ള? വേറെന്തെങ്കിലും ഉണ്ടോ? എന്താ വിഷമം? അത് പറയൂ. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഭാഗ്യക്കേടാ. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. പിന്നീട് വേണ്ടപ്പെട്ടവരായി ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ അകന്നുപോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. എന്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമുള്ളൊരു കാര്യം വന്നാലും അപ്പൊ തടസ്സങ്ങളുണ്ടാവും. എല്ലാം കണ്ണീരിലെ അവസാനിക്കും. അതെന്റെ വിധിയാന്ന് തോന്നുന്നു. ജീവിതത്തില് എനിക്ക് സന്തോഷിക്കാൻ ഒരവസരവും കിട്ടില്ലെന്നാ തോന്നുന്നേ. എന്തോ ശാപം എന്റെ പിന്നാലുള്ളത് പോലെ തോന്നുന്നേ. മോളെ അങ്ങനെയൊന്നും പറയാതെ മോളെ. അല്ലെങ്കിപ്പോ എന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയ ഡോക്ടർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കോ? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ മോളെ. അതെല്ലാം യാദൃശ്ചികമായി സംഭവിച്ചു പോയതാ. അമ്മേ അതല്ല. അമ്മയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എന്നെ വീട്ടിൽ നിന്ന് പോവാൻ അനുവദിക്കണം. ചേച്ചിക്കോ അദ്ദേഹത്തിനോ ഞാൻ കാരണം ഒരു ദോഷവും വരാതിരിക്കാനാ ഞാൻ ഈ പറയുന്ന. ചേച്ചി പ്രഗ്നന്റാ. അമ്മ അത് മറക്കരുത്. അതിനെന്താ? നീ കാരണം അവൾക്ക് എന്ത് ദോഷം വരാനാ? അമ്മേ, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അടിച്ച വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് ഉറപ്പാ. സത്യത്തിൽ അത് അനുഭവമുള്ള കാര്യം അമ്മേ. ഡോക്ടർക്ക് അപ്പോഴും സംഭവിച്ചത് ഈ താലി അഴിക്കാൻ നോക്കിയപ്പോഴാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം അമ്മ മനസ്സിലാക്കണം. എന്നെ വീട്ടിൽ നിന്ന് പോവാൻ അമ്മ അനുവദിക്കണം. അമ്മേ, എല്ലാവരും ജീവനോടെ സന്തോഷത്തോടെ ഈ വീട്ടിലുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഈ കാര്യത്തിൽ അമ്മ ഉടനെ ഒരു തീരുമാനം എടുക്കണം. മോൻ റൂമിൽ ചെന്ന് കുറച്ചേരം ഒന്ന് കിടക്ക്. വേണ്ടപ്പേ, ഞാൻ കുറച്ചേരം ഒന്ന് ഇരിക്കട്ടെ. മോനെ റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആശുപങ്ങളെ ഇവനെ നന്നായി ഒന്ന് നോക്കിക്കൊണ്ടേ. പോയിട്ട് വരട്ടെ. പോയി വാ. കുടിക്കാൻ എന്തെങ്കിലും വേണോ മോനെ? ഒന്നും വേണ്ടമ്മേ. എന്തെങ്കിലും ഒന്ന് കുടിക്കും മോനെ. വേണ്ട മോനെ ഗോവിന്ദ. എനിക്കൊന്നും പറ്റിയിട്ടില്ല മുത്തശ്ശ. കണ്ണി കൊള്ളേണ്ടത് പുരികത്തി കൊണ്ടുപോയി അച്ഛ. ശരിക്കും നിന്നെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചതാണോ? എന്താ സംഭവിച്ചതെന്ന് കൃത്യമായൊരു ഓർമ്മയും എനിക്കില്ല മുത്തശ്ശ. ഉത്തമനങ്കള വെറുതെ ഓരോന്ന് പറഞ്ഞ് അമ്മയെ പേടിപ്പിക്കുന്നത്. ഇവൻ വെറുതെ പറയുന്നതാ അച്ഛ. ഉത്തമൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്റെ മോനെ ഇല്ലാതാക്കാൻ മംഗലശ്ശേരിക്കാരുടെ ശത്രുക്കൾ തന്നെയാ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവനെ ഇടിച്ചു തെറിപ്പിച്ച കാറ് നിർത്താതെ പാഞ്ഞുപോയി. ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യോ? എന്നെ കൊന്നിട്ട് അവർക്ക് എന്ത് നേട്ടോ അമ്മേ? വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ? ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ഗോവിന്ദ്. ആ, സഞ്ജു വന്നല്ലോ. ആ വാ മോനെ, ഇരിക്ക്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞു. ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തായിരുന്നു മോനെ? ഞാൻ പോലീസിലെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോ CA രവിചന്ദ്രൻ സാറ് വിളിച്ചിരുന്നു. അവരന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പൊ മനസ്സിലായില്ലേ കൊലപ്പെടുത്താനാ ശ്രമിച്ചതെന്ന്? ഇതിന് പിന്നിൽ ദക്ഷയാവും. ഒരു തെളിവുമില്ലാതെ നമ്മൾ എങ്ങനെ പോലീസിൽ പരാതിപ്പെടുവാൻ്റെ? ദക്ഷ മാത്രമല്ലല്ലോ ശത്രുവായിട്ടുള്ളത്. ഒരാള് ജയിലിലാണെങ്കിലും പകയുമായിട്ട് അവസരം കാത്തിരിക്കല്ലേ. പുറത്താളെ വെച്ച് വേണമെങ്കിലും അത് ചെയ്യിക്കാം. പറയുമ്പോ മോനൊന്നും തോന്നരുത്. നമുക്ക് 2 or 3 മാസം കഴിഞ്ഞിട്ട് വിവാഹമായിട്ട് മുൻപോട്ട് പോയാ പോരെ? ഞാനതിന് തയ്യാറല്ല.
അമ്മ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് വരരുത്. അമ്മ കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കും. ആ ശരി. ഞാനൊരു കാര്യം പറയാം. നമുക്കിനി വിവാഹ നിശ്ചയമൊന്നും വേണ്ട, നേരെ വിവാഹത്തിലേക്ക് കടക്കാം. അതാ മുത്തശ്ശ വേണ്ടത്. കല്യാണത്തിലേക്ക് പോകുന്നത് നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അത് മതി സഞ്ജു. പ്രശ്നങ്ങൾക്ക് പരിഹാരമാ എല്ലാവരും ആഗ്രഹിക്കുന്നെങ്കിൽ അത് വിവാഹത്തിലൂടെ തീരൂ. സഞ്ജുവും ഉത്തമനും കൂടെ പോയി ജയദേവൻ തിരുമേനിയെ കണ്ട് ഒരു മുഹൂർത്തം കുറിക്കേ. 1 മാസത്തേക്കൊന്നും നീട്ടി വെക്കരുത്. ഒരാഴ്ചയ്ക്കുള്ള തീയതിയാ വേണ്ടത്. നമ്മളോടൊക്കെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് സഞ്ജു എവിടെ പോയി? ആ വന്നല്ലോ. എന്താ നിനക്ക് പറയാനുള്ളത്? അത് പറ. ആ എല്ലാവർക്കും കൊടുക്ക്. ആദ്യം എല്ലാവരെയും മധുരം എടുത്ത് കഴിക്കുക. മധുരമൊക്കെ ഉണ്ട്. എന്തോ സന്തോഷത്തിലാണല്ലോ. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാനാ എല്ലാവരും ഇവിടേക്ക് വിളിച്ചത്. എല്ലാരും മധുരം കഴിച്ചല്ലോ. ഇനി പറ, എന്താ ഇത്ര സന്തോഷമുള്ള കാര്യം? കേൾക്കട്ടെ. ഇത് നമ്മുടെ ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും കല്യാണ കുറിപ്പടിയാ. സഞ്ജു ഇത്രയും സമയം അത് സസ്പെൻസ് ആക്കി വെച്ചതാണല്ലേ? ഇവിടെ എല്ലാരെയും വിളിച്ചു കൂട്ടി മധുരം വിളമ്പണമെന്ന് പറഞ്ഞപ്പോ എന്താ ഏതാന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്തായാലും സന്തോഷമുള്ള എന്തോ കാര്യമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സഞ്ജു, എന്ന് വിവാഹം? ഇനി അതിന് അധിക ദിവസം ഉണ്ടാവില്ലല്ലോ. വിവാഹ തീയതി എന്നാന്നൊന്ന് പറ. ഇനി ഇവരുടെ വിവാഹത്തിന് വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. വരുന്ന 11-ാം തീയതി വ്യാഴാഴ്ചയാണ് ആ ശുഭമുഹൂർത്തം. ഈ വിവാഹം ആർഭാടമായിട്ട് തന്നെ നടത്തണം. സദ്യക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നമ്മൾ കൂട്ടായി തന്നെ ആലോചിക്കണം. എന്റെ അമ്മൂന്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് എന്റെ ആഗ്രഹം. അമ്മ പറഞ്ഞതാ ശരി. അമ്മൂന്റെ വിവാഹം നമുക്ക് അടിച്ചു പൊളിക്കണം. അല്ല, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നത്. നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ പറ, നമുക്കതുപോലെ ചെയ്യാം. അമ്മു, നിന്റെ അഭിപ്രായം പറയ്, കേൾക്കട്ടെ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ടെൻഷനോ? അതെന്തിനാ? വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ ഡോക്ടർക്ക് ഓരോ ആപത്തുകളായിരുന്നല്ലോ. അതാ എനിക്ക് ടെൻഷൻ. മോളിപ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മോളെ. ഗോവിന്ദിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയും ചെയ്തു. പിന്നെന്താ? എന്റെ നല്ലതിനു വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ എനിക്ക് വയ്യമ്മേ. വേണ്ടാത്ത ചിന്തകളൊന്നും ഇപ്പൊ മനസ്സിൽ കയറ്റി വെക്കണ്ട. മനസ്സ് സന്തോഷമായിട്ട് വെക്കുക. ബാക്കി കാര്യം നീ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. വിവാഹം മംഗളമായി തന്നെ നടക്കും. അതുപോലെ ക്ഷേത്രത്തില് ദേവിയുടെ മുന്നിൽ വെച്ച് ചെറിയൊരു മാലയിടൽ ചടങ്ങ്, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറ്റില്ല. ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ ഗ്രാൻഡ് ആയിട്ട് ഗോവിന്ദിന്റെ അമ്മുന്റെ കല്യാണം നടത്തണം. അതൊന്നും വേണ്ട. ദേവിയുടെ മുന്നിൽ വെച്ച ആ ചടങ്ങ് നടക്കണ്ടേ? ഞാൻ ഡോക്ടറോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഡോക്ടർക്കും അതൊരു സന്തോഷമേ ഉള്ളൂ. ഒന്നാലോചിച്ച മോള് പറയുന്നത് ശരിയാ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ടല്ലോ. എന്നാ ശരി, ലച്ചുവിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്താം. എന്തായാലും വിവാഹത്തിന് മുൻപ് തടസ്സങ്ങൾ മാറാൻ ചില പരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. സഞ്ജു അതിന് വേണ്ടത് ചെയ്യണം. പ്രശ്നങ്ങളെല്ലാം തീരണം. അമ്മുവിന്റെയും ഗോവിന്ദന്റെയും മുന്നോട്ടുള്ള ജീവിതം സന്തോഷമുള്ളതാവണം. അത്രമാത്രം ഈ കുടുംബത്തെ സ്നേഹിച്ച അമ്മുവിന് ഇതല്ലാതെ നമുക്ക് മറ്റെന്താ ചെയ്തു കൊടുക്കാനാവുക?
ഹലോ. ലച്ചു വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുമെന്ന് കരുതി. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതാ പിന്നെ വിളിക്കാതിരുന്നേ. ഇതുകൊണ്ടൊന്നും ഞാൻ ഭയന്നു പോവില്ല. എനിക്ക് വല്ലാത്ത പേടിയാ തോന്നുന്നേ. എന്തിന്? ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ലച്ചുവിന്റെ മനസ്സിൽ കയറിയിട്ട് ആരായി അനാവശ്യമൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് തമാശയല്ല. കല്യാണം കഴിഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. വിവാഹം നടന്നില്ലെങ്കിലാ എനിക്ക് ആപത്ത് വരിക. അയ്യോ, ദയവ് ഇത് തമാശ ഒന്ന് നിർത്ത്. നിങ്ങൾ അമ്മയോടും തിരുമേനിയോടും ഒന്നുകൂടി ആലോചിക്കണം. എന്തോ വലിയ പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുന്നുള്ള തോന്നല. നിങ്ങൾക്ക് പിന്മാറാൻ ഇനിയും സമയമുണ്ട്. അത് കാരണം എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് ആലോചിക്കുക. ഞാൻ ഫോൺ വെക്കുക. എന്താ മോനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? വേദനയുണ്ടോ? നീ കാര്യം പറ. ലച്ചുവിനെ ഞാൻ വിളിച്ചിരുന്നു. അവളുടെ മനസ്സിൽ സുഖകരമല്ലാത്ത ചില ചിന്തകളുണ്ട്. എന്നോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അവൾ പറയുന്നത്. ഈ പെണ്ണിന് ഇത് എന്തിന്റെ കേടാ? എനിക്ക് വന്ന ആക്സിഡന്റ് തന്നെയാ കാരണം. അങ്കിള് നാളെ മംഗലശ്ശേരി ചെന്ന് അവളെ ഒന്ന് കാണണം. അതിനെന്താ, രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. അവളുടെ മനസ്സിൽ വീണ സംശയങ്ങൾ അങ്കിൾ മാറ്റിക്കൊടുക്കണം. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആവരുത് അങ്കിളിന്റെ പോക്ക്. നീ എന്നൊന്ന് വിശ്വസിക്കടാ. വേണമെന്ന് വെച്ചാ കല്യാണമൊന്നും നടത്താതെ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നെന്ന് വരും. അവളോട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്കിൾ വന്നേ. വാ. നീ എന്തിനാ രാത്രിയിൽ ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത്? ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും വിവാഹ നിശ്ചയം നമ്മൾ കലക്കി. പക്ഷേ അതിന് സഞ്ജു നമുക്ക് തിരിച്ചടി തന്നു. എന്ത് തിരിച്ചടി? ഏട്ടൻ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്പൈ വർക്കിന് നിർത്തിയ ആ പെണ്ണ് ഒരു വിവരം തന്നു. എന്ത് വിവരം? വിവാഹ നിശ്ചയമില്ലാതെ വിവാഹത്തിലേക്ക് കടക്കാനാ മംഗലശ്ശേരിക്കാരും ഗോവിന്ദിന്റെ ആൾക്കാരും കൂടിയെടുത്ത തീരുമാനം. ഉടനെ ലച്ചു ഗോവിന്ദ് കല്യാണം. അപ്പോ അവര് നേരെ വിവാഹത്തിലേക്ക് പോകണല്ലേ? അത് വിവാഹമായിരിക്കില്ല, കൂട്ടക്കുരുതിയായിരിക്കും. എന്നത്തേക്കാ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്? ഈ മാസം 11-ന് ഞായറാഴ്ച. അന്ന് എല്ലാത്തിനും കലാശമായിരിക്കും. ആരൊക്കെ ജീവനോടെ ഉണ്ടാവും, ആരൊക്കെ വീഴുമെന്ന് അന്നറിയാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും കല്യാണം കഴിഞ്ഞ കഥ മാറില്ല ഏട്ടാ. സഞ്ജു കഴുത്തിൽ കെട്ടിയ താലി ലച്ചു അഴിക്കാൻ പോകുന്നു. അത് അവന്റെ ജീവന് ഭീഷണിയായി തീരും. സഞ്ജന ഓസ്ട്രേലിയയിൽ പോകാനും തീരുമാനമെടുത്തു കഴിഞ്ഞു. അന്ന് മുംബൈക്ക് മടങ്ങിച്ചെല്ലാൻ എന്നോട് ആവശ്യപ്പെട്ട് വർമ്മ സാറിന്റെ കോൾ നമ്പീശിന് വന്നു. അപ്പോ നീ പോകാൻ തീരുമാനിച്ചു അല്ലേ? വർമ്മ സാർ ക്ഷണിച്ച സ്ഥിതിക്ക് പോകാതെ പറ്റില്ലല്ലോ. പക്ഷെ കലാശം കഴിയാതെ ഞാൻ പോവില്ല. ലച്ചു ഗോവിന്ദ് കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമുഖത്ത് ദക്ഷ ഉണ്ടാവില്ല. മംഗലശ്ശേരിക്കാരെ പോലെ അവസാന കളിക്കുള്ള ദിവസം ഞാനും കുറിച്ചു. പണിക്കരെ കണ്ടില്ലല്ലോ ശ്രീദേവി. അത് അച്ഛന് തലചുറ്റി തീരെ വയ്യാതിരിക്കുക. എഴുന്നേറ്റിട്ടില്ല. തിരുമേനി പറഞ്ഞോളൂ. ഈ കുടുംബത്തിലൊരു അപകട മൃത്യു കാണുന്നു. ഈശ്വരാ. അത് തടയാൻ ആർക്കും കഴിയില്ല. സാക്ഷാൽ ജഗദീശ്വരന് പോലും. തിരുമേനി ഇങ്ങനെ ഭയപ്പെടുത്തരുത്. പ്രശ്നവിധിയിൽ കണ്ടത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു. അത് മറച്ചു വെച്ചിട്ട് എന്ത് കാര്യമാ ഉള്ളത്? അതെങ്ങനെ ഭയപ്പെടുത്തലാകും?
നേരിടേണ്ടതിൽ നിന്നും ആർക്കും ഒളിച്ചോടാനാവില്ല. ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ ഈ കുടുംബത്തിൽ ഒരു പ്രാണഭയം കാണുന്നു. അല്ല, ജാതകങ്ങളെല്ലാം തിരുമേനി പരിശോധിച്ചതല്ലേ? ആപത്ത് സംഭവിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് പറഞ്ഞൂടെ? കുടുംബത്തിന് മേൽ കരിനിഴലായി ഒരു മരണം വന്ന് നിൽപ്പുണ്ടെന്നേ എനിക്കിപ്പോ പറയാൻ കഴിയൂ. ഈശ്വരൻ, ഈ കുടുംബത്തിന്റെ ആജന്മ ശത്രുവിൽ നിന്നാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഈ മരണത്തോടുകൂടി സകല ശത്രുദോഷങ്ങളും ഈ കുടുംബത്തിൽ നിന്നൊഴിയും. അതിനൊരു കുരുതി എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മനസ്സമാധാനത്തിന് വേണ്ടിയ ജോത്സിനെ വിളിപ്പിച്ചത്. ഇപ്പതേ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. എന്ത് സമാധാനമാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്? ഗ്രഹനാഥയുടെ ദുർമരണം, വിട്ടൊഴിയാത്ത രോഗപീഠകൾ, ദേവീ കടാക്ഷം കൊണ്ടൊന്നു മാത്രമാണ് നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. എന്താ സത്യമല്ലേ ശ്രീദേവി? അതെ തിരുമേനി. വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം തിരുമേനിയോട് പറഞ്ഞിരുന്നല്ലോ. അതിനൊരു മറുപടിയാ സത്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്. സുമംഗലിക്ക് വിവാഹ നിശ്ചയമോ? അതെവിടെ പതിവുണ്ട്? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തിരുമേനി പരിഹസിക്കുകയാണോ? സത്യം പരിഹാസമാകുന്നത് എങ്ങനെയാ? ശിവക്ഷേത്രത്തിൽ പോയി താലികെട്ടിന് പരിഹാര പൂജകൾ ചെയ്തിട്ട് വീണ്ടും ആ താലി കഴുത്തിലണിയുന്നത് അശുഭകരമാണെന്നറിയില്ലേ? നൂറ്റിയൊന്ന് കുംഭപൂജയോടെ പിഴമൂളി താലി അഴിച്ചു മാറ്റണം. വിശേഷ വിധിയായി ഒന്നും സംഭവിക്കില്ല. മഹാദേവനെ വേണം അഭയം പ്രാപിക്കാൻ. പൂജാ ചടങ്ങ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് വേണം നടത്താൻ. താലിമാല കാണിക്കയായി സമർപ്പിക്കണം. പിന്നെ ഒരു ദോഷവും വരില്ല. താലിയുടെ വിഷയം അവിടെ തീർന്നു. തിരുമേനി പറഞ്ഞതുപോലെ ചെയ്യാം. തിരുമേനി ഒരു ചാർത്ത് തന്നാ മതി. ആയിക്കോട്ടെ. തിരുമേനി, വിവാഹത്തിന് തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? വിശേഷ ദിവസം വിവാഹം നടത്താൻ യോഗമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെന്ന് വരാം. ആ ദിനം കഴിഞ്ഞ് 3-ാം നാൾ മംഗളകർമ്മത്തിന് യോഗമുണ്ട്. ഈ കുടുംബത്തെ ഗ്രസിച്ച മുഴുവൻ പാപദോഷങ്ങളും ഒഴിയുമ്പോൾ വിവാഹയോഗം കാണുന്നുണ്ട്. ലച്ചു, ആ ചായ വേണമെങ്കിൽ പറഞ്ഞാ പോരെ, ഞാൻ ഉണ്ടാക്കി തരില്ലേ? എനിക്കിതൊന്നൊരു ജോലിയല്ല സുനന്ദേജി. ഇത് ആർക്കാ ലച്ചു? അത് ചേച്ചി ഒരു ചായ ചോദിച്ചു. ഈ നേരത്തെ പതിവുള്ളതൊന്നുമല്ല. തലവേദന എടുത്തിട്ടിരിക്കായിരുന്നു. തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് നല്ല തലവേദന എടുക്കുക. ഇവിടെ എവിടെ ഒരു ബാം ഇരിക്കുന്ന കണ്ടല്ലോ. ഞാൻ എടുത്തുതരാം. കിട്ടിയോ? കിട്ടി ചേച്ചി. ഞാനേ ഈ ചായ കൊടുത്തിട്ട് വരാം. ലച്ചു, അതിൽ പഞ്ചസാര ഇട്ട് കണ്ടില്ല. അയ്യോ, ഞാനത് മറന്നു. ചായക്ക് മധുരട്ടില്ലെങ്കിലേ ചേച്ചി കുടിക്കില്ല.
അങ്ങനെ നന്നായി മിക്സ് ചെയ്യട്ടെ. എന്നാ കൊടുത്തിട്ട് വരാൻ ചേച്ചി. ഇതോടെ സ്വാതിയുടെ ഗർഭത്തിന് തീരുമാനമായി. ദക്ഷയ്ക്ക് കൊടുത്തൊരു വാക്ക് സുനന്ദ അങ്ങനെ പാലിക്കാൻ പോവാ. മോളെ ഹായ് ലച്ചു. അങ്കിളെ എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ വന്നാലേ ശരിയാവൂ. ഗോവിന്ദനതറിയാം. അതാ ലച്ചുവിന്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത്. ഡോക്ടർ പറഞ്ഞു വിട്ടെന്നോ? എന്താ അങ്കിൾ, എന്താ കാര്യം? ആ പറയാം. അതെ, ഞാൻ ഇപ്പൊ വരാം. ഈ ചായ. ഓ ചായയോ? അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാൻ വന്ന് കയറിയില്ല, അതിനു മുമ്പ് ലച്ചു എനിക്ക് ചായയുമായി വന്നിരിക്കുന്നു. അല്ല ഇത് ഇങ്ങ എടുക്ക്. ഇനിയൊരു ചൂട് ചായ കുടിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഇങ്ങോട്ട് തന്നേ. ആ